ഒരിക്കൽ ശങ്കരാചാര്യര് ആകാശമാർഗേണ അഷ്ടൈശ്വര്യ സിദ്ധികളുള്ള ശങ്കരാചാര്യര് ആകാശമാർഗേണ സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കാനിടയായി. ആകാശത്ത് നിന്ന് തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കവേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഇവിടെ ഇറങ്ങി ഭഗവാനെ സ്തുതിക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണെന്ന്. അങ്ങനെ ആചാര്യസ്വാമികൾ താഴെ ഇറങ്ങി വരികയും ഗുരുവായൂരപ്പനെ സ്തുതിച്ച് ഇവിടെ കുറച്ചു കാലം പാർക്കുകയും ആ സമയത്ത് ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ പൂജാവിധികളും ചിട്ടപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കഥ. ഇതിൻ്റെ ഒരു അനുസ്മരണം എന്ന രീതിയിൽ ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശിവേലിയുടെ സമയം വരുമ്പോൾ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെത്തിയാൽ ഒരു നിമിഷ നേരത്തേക്ക് കൊട്ടുകളെല്ലാം നിശ്ചലമാക്കാറുണ്ട്. ആചാര്യസ്വാമികളോടുള്ള ബഹുമാന പുരസ്സരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, വടക്ക് പടിഞ്ഞാറ് വശത്തായിട്ടുള്ള ആ നടപ്പന്തലിൽ അല്ലെങ്കിൽ നമ്മൾ പ്രദക്ഷിണ വരിയിൽ അവിടെ ഒരു ചതുര ആകൃതിയിലുള്ള ഹോള് കാണാൻ സാധിക്കും മുകളിലായിട്ട്. അത് തന്നെ താഴെ പ്രദക്ഷിണ വരിയിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണത്രേ ആചാര്യസ്വാമികൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് നമ്മളൊന്ന് ആചാര്യസ്വാമികളെ അനുസ്മരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. അത് കണക്കാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വടക്ക് വശത്തെ വെളുത്ത ശില്പങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ ആചാര്യസ്വാമികളുടെ ശില്പത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഹോള് കാണാൻ സാധിക്കുക കേട്ടോ. ഇനി വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും.